മികച്ച ചലച്ചിത്രമായി നേടിയിരിക്കുന്നത്. തുടർന്ന് ഉള്ളൊഴുക്കിന് മികച്ച സഹനടിക്കുള്ള അവാർഡായി ഉർവശിയും അർഹയായിരിക്കുകയാണ്. മികച്ച സഹനടനുള്ള അവാർഡ് ജേതാവായി വിജയരാഘവനും അർഹനായിരിക്കും. പൂക്കാലം എന്ന നുള്ള അവാർഡ് ലഭിച്ചത് മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, മലയാളം ഇങ്ങനെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അർജുന, ദേശീയ പുരസ്കാരത്തിലും അവാർഡ് പ്രഖ്യാപനത്തിലും ഒരു മലയാളി തിളക്കം തന്നെയുണ്ട്. എന്നാലും നടി, മികച്ച സഹനട ഉൾപ്പെടെ 9ഓളം അവാർഡുകളാണ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. മികച്ച സഹനടിയായി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ ക്രിസ്റ്റഫർ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് ഊർവശിയെ, തന്നെ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന സിനിമയിലൂടെ വിജയരാജ് മികച്ച തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ് തുടങ്ങി മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ തുടങ്ങി 9ഓളം അവാർഡുകളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആനിമൽ എന്ന സിനിമയിലൂടെ ഒരു സൗണ്ട് ഡിസൈനർ എന്ന രീതിയിൽ 2 മലയാളികൾക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 71ാമത് ദേശീയ പുരസ്കാരത്തിൽ ഒരു മലയാള തിളക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മികച്ച സഹനടിയായിട്ടും മികച്ച സഹനടനായിട്ടും മലയാളികളെ മലയാള നടന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മികച്ച സഹനടിയായി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ ഉർവശിയെയും അതുപോലെ തന്നെ സംവിധാനം ചെയ്ത പൂക്കാലം എന്ന സിനിമയിലൂടെ ഉർവശിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ് ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന സിനിമയിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്റിംഗ് ആയിട്ടും 2028 എന്ന സിനിമയുടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന രീതിയിലും മോഹൻദാസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയിൽ ഇതൊരു വലിയൊരു അതുപോലെ തന്നെ അല്ലെങ്കിൽ 71 മികച്ച നടനായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിസിസ് എൻ വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെ റാണി മുഖർജിയെ മികച്ച നടിയായിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും മലയാളികൾക്ക് ഇതൊരു അഭിമാന തിളക്കം തന്നെയാണ്, അല്ലെങ്കിൽ അഭിമാനം തന്നെയാണ്. മികച്ച സഹനടി ഉൾപ്പെടെ 9 അവാർഡുകളാണ് മലയാളത്തിന് സ്വന്തമായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു തരം തമിഴിൽ മികച്ച സംഗീത സംവിധായകനായ ജി.വി. പ്രകാശിനെയും ബാത്തി എന്ന ജി.വി. പ്രകാശിനെയും എന്തായാലും പ്രൊഡക്ഷൻ ഡിസൈൻ സഹനടി ഉൾപ്പെടെ 9ഓളം അവാർഡുകളാണ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 12th ഫെയിൽ എന്ന സിനിമയിലൂടെ വിധുൻ ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന സിനിമയിലൂടെ വിക്രാന്ത് മാസിയെയും അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന സിനിമയിലൂടെ ഷാറുഖ് ഖാനെയും മികച്ച നടനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിസിസ് വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെ റാണി മുഖർജിയാണ് ഇത്തവണത്തെ മികച്ച നടിയായി എടുത്തിട്ടുള്ളത്. അർജുന, പുരസ്കാര തിളക്കത്തിൽ മലയാളി മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ കണ്ടത്. നിലവിൽ മികച്ച ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഉർവശിയായിരുന്നു കഴിഞ്ഞ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. നിലവിൽ പൂക്കാലം എന്ന സിനിമയിലൂടെ സഹനടനായി വിജയരാഘവനും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടൻ തന്നെയായി 12th ഫെയിൽ എന്ന ചിത്രമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജേഷ് ഉണ്ട് ഒപ്പം. വിവാദ ചിത്രമായ കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് അടക്കമുള്ള പുരസ്കാരമടക്കം ലഭിച്ചിട്ടുണ്ട്. അർജുന, മികച്ച വിവാദമായ കേരള സ്റ്റോറിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് രാഷ്ട്രീയം എന്നതിനപ്പുറം
കണ്ടന്റ് വൈസ് ആയിരിക്കാം ഇതൊരു ഒരു മികച്ച സംവിധാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ തെരഞ്ഞെടുത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേ സമയം സംവിധാനം ചെയ്ത ഒരു മറ്റൊരു ചിത്രം അല്ലെങ്കിൽ ജവാൻ എന്ന സിനിമയിലൂടെ ഷാണ് ഇപ്പോൾ ഒരു മികച്ച നടൻ, ഒരാളായി മികച്ച നടൻ ഷാറുഖ് ഖാനെയാണ് നിലവിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ന ചിത്രത്തിലൂടെ വിക്രാന്ത് മാസിയാണ് ഒരു മികച്ച നടനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ മലയാളത്തിന് ഇതൊരു മലയാള തിളക്കം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2024 അല്ലെങ്കിൽ മികച്ച നടി എന്നതിന് നടിയായി ഉർവശിയെ തെരഞ്ഞെടുത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ അവാർഡ് ഉർവശിയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിലൂടെ സംസ്ഥാന അവാർഡ് വിജയരാഘവനായിരുന്നു. പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ദേശീയ അവാർഡിലും സഹനടനായി ഈ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന സിനിമയിലൂടെ വിജയരാഘവനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച സംവിധായകനായി സിനിമയിലൂടെ GB പ്രകാശിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്തവണ ദേശീയ അവാർഡിൽ അല്ലെങ്കിൽ പുരസ്കാരത്തിൽ ഒരു മലയാളി തിളക്കം തന്നെ പറയേണ്ടിയിരിക്കുന്നു. മികച്ച സഹനടി, അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ്, മികച്ച ഡിസൈനിങ് ഉൾപ്പെടെ 9ഓളം അവാർഡുകളാണ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളിയാണ് മികച്ച എഡിറ്റിംഗ് ആയി തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ 2018 മികച്ച ഡിസൈനറായി മോഹൻ. അതേസമയം മലയാള ചിത്രമായി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രത്തെയാണ്